നമസ്കാരം. ആടിയുലയുന്നൊരു കപ്പൽ പോലെയാണ് മൂന്നാം മോദി സർക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണത്? സർക്കാരിനെ വീഴ്ത്താൻ ശക്തിയുള്ള രണ്ടായുധങ്ങൾ മോദിയുടെ ബലവും ഇടവും ഉണ്ട്. ബലതായിട്ടും ഇടതായിട്ടുമുണ്ട്. അതൊന്ന് TDPയുടെ നേതാവും മറ്റൊന്ന് JDയുടെ നേതാവുമാണ്. ഒന്ന് നിതീഷ് കുമാറും മറ്റൊന്ന് ചന്ദ്രബാബു നായിഡുമാണ്. ഇങ്ങനെ നായിഡുവും നിതീഷ് കുമാറും ഏത് തരത്തിലും എപ്പോൾ വേണമെങ്കിലും ഒന്ന് പിന്നിൽ നിന്ന് കുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ മൂന്നാം മോദി സർക്കാർ എന്നുള്ള യാഥാർത്ഥ്യം മോദിക്ക് വരെ വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആടിയുലയുന്ന കപ്പലിന് സമാനമാണ് മൂന്നാം മോദി സർക്കാർ എന്ന് പറയേണ്ടി വരുന്നത്. പക്ഷേ സർക്കാരിനെ വീഴ്ത്താൻ സകലമാന ശക്തി, സർവശക്തിയുമുണ്ട് നിതീഷ് കുമാർ. അങ്ങനെ അത്രത്തോളം ശക്തി ഉണ്ടായിട്ട് പോലും നിതീഷ് കുമാർ എന്തുകൊണ്ടാണ് BJPയോട് ഒരു കടുത്ത നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുമുണ്ട്. അതിനുള്ള കാരണങ്ങൾ നിരവധിയാണ് കേട്ടോ. നിതീഷ് കുമാർ മണ്ടനൊന്നുമല്ല. പക്ഷേ നിതീഷ് കുമാറിനെ ചുമക്കുന്നവർ ശ്രദ്ധിക്കുക, ഇയാളെ കൂടെ കൂട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഇവിടെ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇപ്പോൾ കൈക്കൊണ്ടു വച്ചിരിക്കുന്നത് നിതീഷ് കുമാറിൻ്റെ ഈ ജനതാദൾ യുണൈറ്റഡും എന്ന് നോക്കേണ്ടതുണ്ട്. ഇവിടെ കഴിഞ്ഞ മാസം, അതായത് ജൂൺ 29 നടന്ന ജനതാദൾ യുണൈറ്റഡിൻ്റെ, അതായത് JDUവിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് യോഗം നടന്നു. രണ്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നു. പാർട്ടി പുതിയ വർക്കിംഗ് പ്രസിഡന്റായിട്ട് സഞ്ജയ് ഝായെ നിയമിക്കുന്നു. ഒപ്പം തന്നെ ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവിയോ പാക്കേജോ പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം കൂടി പാസ്സാക്കിയെടുക്കും. ബീഹാറിന് പ്രത്യേക പദവി വേണമെന്നുള്ളത് വർഷങ്ങളായിട്ടുള്ളൊരു ആവശ്യമാണ്. എന്നാൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്നത് പുതിയ കാര്യമാണ്. പ്രത്യേക പദവി നൽകണമെന്ന കാര്യം ധനകാര്യ കമ്മീഷൻ അംഗീകരിക്കാതിരുന്ന പശ്ചാത്തലത്തിലാണ് ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോ കണക്ക് കൂട്ടുന്നുണ്ട് നിതീഷ് കുമാർ. അതുകൊണ്ട് എങ്ങനെയായാലും ബീഹാറിന് കേന്ദ്രം സഹായം കിട്ടണം എന്നത് മാത്രമാണ് JDUവിൻ്റെ ലക്ഷ്യം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം വളരെ തന്ത്രപരമായ രീതിയിലാണ് പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായിട്ടുള്ള നിതീഷ് കുമാർ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പുതിയ വർക്കിംഗ് പ്രസിഡന്റിൻ്റെ നിയമനം തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ന് പറയാം. BJP വിട്ട് JDUവിൽ ചേർന്ന സഞ്ജയ് ഝായെ വർക്കിംഗ് പ്രസിഡന്റാക്കിയത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് BJP നേതാക്കളുമായുള്ള ഒരു വലിയ അടുപ്പമുണ്ടല്ലോ. ആ അടുപ്പം മുതലെടുക്കാൻ വേണ്ടി മാത്രമാണ് നിതീഷിൻ്റെ പ്രവർത്തനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 16-ൽ 12 സീറ്റിലും JDU ജയിച്ചിരുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ BJPയുടെ സീറ്റുകൾക്ക് തുല്യമാണത്. ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJPക്ക് JDUവിനെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ ഒക്കാത്ത സാഹചര്യം അതാണ് ഇപ്പോൾ ഉള്ളത്. പലരും പ്രതീക്ഷിച്ചതുപോലെ BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിനുള്ളിൽ JDU തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചിട്ടില്ല. കേന്ദ്രമന്ത്രിസഭയിൽ പാർട്ടിക്ക് ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ. ലോക്സഭയിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം സീറ്റുകളും നേടിയപ്പോഴും ഒരു മന്ത്രിയായിരുന്നു പാർട്ടിക്കുണ്ടായിരുന്നത് കഴിഞ്ഞ 2019. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JDU മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെങ്കിലും നിതീഷ് കുമാറിന് ശേഷം സംഘടനയെ ആര് നയിക്കും എന്നതിനെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നതകൾ ശക്തമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. ഒരു കാലത്ത് ഈ നരേന്ദ്രമോദിയുടെ കടുത്ത രാഷ്ട്രീയ എതിരാളിയായിരുന്നല്ലോ നിതീഷ് കുമാർ. പക്ഷെ ജൂൺ ആദ്യം നടന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ കാലിൽ തൊടാൻ ശ്രമിക്കുന്ന നിതീഷ് കുമാറിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ വർഷം ഇത് 2ാം തവണയാണ് അദ്ദേഹം ഇത് ചെയ്തതുപോലും. മോദിയേക്കാൾ എത്രയോ സീനിയറായ നേതാവാണ് നിതീഷ് കുമാർ. പക്ഷേ എന്തുകൊണ്ടാണ് നിതീഷ് ഇത്തരത്തിലുള്ള ഷോ കാണിക്കുന്നത് എന്ന് പലർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല. പക്ഷേ നിതീഷ് കുമാറിന് കണക്കുകൂട്ടലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ നിതീഷ് കുമാർ വ്യാജ പ്രചരണങ്ങൾ നടത്തിയെന്നുള്ള ഒരു ആരോപണമുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതാണ് ഇതിന് കാരണമെന്നൊക്കെ നിരീക്ഷകരടക്കം അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. BJPയുമായി അടുപ്പമുള്ള ഝായ പോലെയുള്ള വിശ്വസ്ത നേതാക്കളെ ആശ്രയിക്കാൻ കാരണം തന്നെ ഈ പറഞ്ഞതാണ് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. നരേന്ദ്രമോദി പ്രചരണത്തിന് വന്നപ്പോൾ നിതീഷിന് വലിയ പരിഗണന നൽകിയിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അനാരോഗ്യ പ്രശ്നം മാത്രമല്ല BJPയോട് കൂടുതൽ അടുക്കാൻ കാരണമെന്നാണ് പലരും ബാധിക്കുന്നത്. കൗശലക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്തായാലും നിതീഷ് കുമാർ. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് BJPയുമായിട്ടുള്ള സഖ്യത്തെ വളരെ തന്ത്രപരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പലർക്കും പറയാനുള്ളത്. നിതീഷ് കുമാറിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് മാത്രമാണ് ആശയക്കുഴപ്പം. മുഖ്യമന്ത്രിയായി തുടരാനുള്ള അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ, ആ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ഇതിനുത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ അടക്കം അവിടെ പറയുന്നത്. നിതീഷ് കുമാർ ഓരോ തവണയും BJPയിൽ നിന്ന് അകന്നതും അടുത്തതുമെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തൻ്റെ സ്ഥാനത്തിന് ഭീഷണി ഉയർന്നപ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത്. ഇപ്പോൾ BJPക്ക് ഇപ്പോൾ നിൽക്കുന്നതും തൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ തന്നെയാണ്, അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. പട്നയിലെ AN സിൻഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സ്റ്റഡീസിൻ്റെ മുൻ ഡയറക്ടറായിട്ടുള്ള DM ദിവാകർ അടക്കം നിതീഷ് കുമാറിനെതിരെ വളരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്.
പക്ഷെ അദ്ദേഹത്തെ ഇവിടെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, തൻ്റെ സ്ഥാനത്തിന് ഭീഷണിയുണ്ടെന്ന സംശയം പോലും സഹിക്കാനാകുന്ന ഒരു വ്യക്തിയല്ല നിതീഷ് കുമാർ. 2025 നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത് വീണ്ടും മുഖ്യമന്ത്രിയാകും എന്ന് BJP ഉറപ്പ് നൽകിയതിനാലാണ് നിതീഷ് കുമാർ BJPയുമായിട്ട് കൊമ്പ് കോർക്കാതെ നിൽക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. തിരഞ്ഞെടുപ്പ് വരെ BJP പറയുന്നതും ചെയ്യുന്നതുമൊക്കെ കാര്യങ്ങൾക്കൊപ്പം നിതീഷ് കുമാർ ഇങ്ങനെ നിൽക്കുക തന്നെ ചെയ്യും. അതായത് 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഒരു തവണ കൂടി മുഖ്യമന്ത്രിയായാൽ നിതീഷ് കുമാർ NDAയിൽ കൂടുതൽ കരുത്തനാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ അല്ല എന്ന് JDUയുടെ മുൻ MP ആയിട്ടുള്ള പവൻ വർമ്മ അടക്കം കരുതുന്നുമുണ്ട്. നിതീഷിൻ്റെ പാർട്ടിക്ക് സംഘടനാ ശക്തി കുറവാണ് എന്നും BJPയും രാഷ്ട്രീയ ജനതാദളും ആ പാർട്ടിയെ ഇല്ലാതാക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും അടക്കം പലരും പറയുന്നുണ്ട്. വിവാദമായ പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുവാനുള്ള കുമാറിൻ്റെ തീരുമാനത്തെ വിമർശിച്ചതിനെ തുടർന്ന് 2020 പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതുവരെ ഈ വർമ്മ എന്ന് പറയപ്പെടുന്ന ആൾ JDU ദേശീയ ജനറൽ സെക്രട്ടറിയായി തുടർന്നിരുന്ന ആളാണ്. കുമാറിൻ്റെ അടിക്കടിയുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വീഴ്ചകളും മോശം ഭരണവും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയും ജനപ്രീതിയും ഒക്കെ നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. മോദിയുടെ ജനപ്രീതിയും ഒപ്പം തന്നെ BJPയുടെ സാന്നിധ്യവുമാണ് JDUവിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേടിയെടുത്ത സീറ്റുകളോട് എണ്ണം നേടാൻ സഹായിച്ചത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം JDU എന്ന് പറയപ്പെടുന്ന മുൻ അംഗമായിട്ടുള്ള ശിവാനന്ദ് തിവാരിയും ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് പുറത്താക്കിയ തിവാരി 2017 രാഷ്ട്രീയ ജനതാദൾ ചേർന്നു. ഛായ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചതിലൂടെ BJP JDUവിനെ തങ്ങളുടെ കളിപ്പാവയാക്കി മാറ്റുമെന്ന് വരെ പഴയ JDUക്കാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാമായിരുന്നു. അതിനു പകരം മോദിയുടെ പാതാരബിന്ദങ്ങളിൽ തൊടുന്നതിലേക്ക് അദ്ദേഹം തരം താഴ്ന്നു പോയി എന്നത് അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു JDUവിൽ തന്നെ. മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനായി നിതീഷ് കുമാർ BJPയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിക്കുന്നില്ല. അവരുടെ നിബന്ധനകൾക്ക് വിധേയമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഇതാണ് നിതീഷ് കുമാർ നരേന്ദ്രമോദിയെ തള്ളിപ്പറയാത്തത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിതീഷ് കുമാർ കാണിച്ച പോരാട്ട വീര്യം അത് പക്ഷേ ഇനി ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇനി ഉണ്ടാകില്ല. നിതീഷ് കുമാർ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായ 2005 മുതൽ ബീഹാർ പ്രത്യേക പദവിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ധാതു സമ്പന്നമായിട്ടുള്ള ജാർഖണ്ഡിനെ 2000-ൽ വേർപെടുത്തിയതിനു ശേഷം വരുമാനത്തിൽ നഷ്ടമുണ്ടായതായി സംസ്ഥാനം വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രത്യേക പദവി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാർ. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന 60% കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അവർക്ക് ലഭിക്കുമ്പോൾ പ്രത്യേക പദവിയുള്ള സംസ്ഥാനങ്ങൾക്ക് 90% കേന്ദ്രവിഹിതം ലഭിക്കും. 2015-ൽ പ്രാബല്യത്തിൽ വന്ന 14ാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ ഒരു സംസ്ഥാനത്തിനും പ്രത്യേക പദവി നൽകുന്നത് ഒഴിവാക്കിയിരുന്നു. എന്നിരുന്നാലും നിതീഷ് കുമാറും ജനതാദൾ യുണൈറ്റഡും വർഷങ്ങളായി ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വിമർശനം മാത്രമാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇനിയും 2025-ൽ വീണ്ടും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രിയാകണം. ബീഹാറിൻ്റെ സാമ്പത്തിക പാക്കേജ് അടക്കം തിരികെ കൊണ്ടുവരണം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയെടുക്കണം. അതിലൂടെ വീണ്ടും മുഖ്യമന്ത്രിയായി നിലനിന്നുകൊണ്ട് ബീഹാറിൻ്റെ ഏകാധിപതിയായി തീരുക എന്ന ലക്ഷ്യത്തിലേക്ക് നടക്കുവാനാണ് നിതീഷ് കുമാർ നരേന്ദ്രമോദിക്കിട്ട് പിന്നിൽ നിന്ന് കുത്താത്തത്. ഇല്ലായെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അത്തരത്തിലൊരു സ്തംഭ വികാസം ഉണ്ടായേനെ. 240 സീറ്റിൽ ഒതുങ്ങിപ്പോയ BJPയെ തകർക്കുവാനും തളയ്ക്കുവാനും കഴിയുന്ന കരുത്ത് നിതീഷ് കുമാർ എന്ന് പറയപ്പെടുന്ന തന്ത്രശാലിയായ കുറുക്കനായിട്ടുള്ള ശ്രീ നിതീഷ് കുമാറിനുണ്ട് എന്നുള്ളത് ആരും മറന്നു പോകരുത്. അദ്ദേഹം വളരെ തന്ത്രപരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ. ഒപ്പം തന്നെ ഒരു ഹൈടെക് പ്രൊഫൈലുള്ള ഒരു വ്യക്തിയാണ് ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്നത്. വികസനം എന്ന് പറയപ്പെടുന്നത് കൈക്കുമ്പിൾ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിനും അങ്ങനെ മറ്റ് ചില സംവിധാനങ്ങളോടോ സാഹചര്യങ്ങളോടോ പൊരുത്തപ്പെടേണ്ടതുള്ളതുകൊണ്ട് നരേന്ദ്രമോദിയെ തള്ളിക്കളയില്ല. അതേ സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. JDU എന്ന് പറയപ്പെടുന്ന പാർട്ടി വീണ്ടും അധികാരത്തിൽ വരികയും നിതീഷ് കുമാർ വീണ്ടും ബീഹാറിൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിതീഷ് കുമാറിൻ്റെ മുന്നിലുള്ളത് എന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ പാര പണിയുന്നില്ല എന്നുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുൻപേ തന്നെ 3ാം മോദി സർക്കാർ തറയിലായേനെ, താഴെ വീണുപോയേനെ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. തൻ്റെ മുഖ്യമന്ത്രി പദവി ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന തന്ത്രശാലിയാണ് നിതീഷ് കുമാർ എന്ന് പറയാതിരിക്കുവാനും കഴിയില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊള്ളാമെന്നുള്ള വാഗ്ദാനം BJP നൽകിയത് കൊണ്ട് മാത്രമാണ് ഇന്നും നരേന്ദ്രമോദിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ നിതീഷ് കുമാർ നിൽക്കുന്നത്. ഇവിടെ 2025-ൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് വീണ്ടും
നിതീഷ് കുമാർ എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഈ സർക്കാരിനെ പിടിച്ചു കുലുക്കുക എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെ 2025 അവസാനത്തോടുകൂടി താഴെയിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മോദിക്കുള്ള പിന്തുണ അടക്കം പിൻവലിക്കുവാനുള്ള സാധ്യതകളും വലുതാണ്. ഇതുകൊണ്ട് 2026 എത്തുമ്പോഴേക്കും മോദി ഈ പറഞ്ഞ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കൊണ്ട് ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടുപോകാൻ ആകാത്തവണ്ണം തളർന്ന് തരിപ്പണമായി പോകും. ആ സമയത്തിന് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു കൃത്യമായ ഭൂരിപക്ഷമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റുള്ളവരുടെ തോളിലേറി സഞ്ചരിക്കേണ്ടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ അതൃപ്തിയുള്ള വ്യക്തിയാണ് നരേന്ദ്രമോദി. സ്വന്തമായിട്ട് 300-ലധികം സീറ്റുകളോടുകൂടി അപ്രമാദിത്വത്തോടുകൂടി ഭരിച്ചുകൊണ്ടിരുന്ന മോദിക്ക് ഇപ്പോൾ കണ്ടവരുടെയൊക്കെ കൈയും കാലും പിടിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിൽ അദ്ദേഹം അസംതൃപ്തനാണ്. ആ അസംതൃപ്തി 2025 ഈ ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതോടുകൂടി അവസാനിക്കാൻ പോകുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായാൽ അപ്പോൾ തന്നെ കേന്ദ്രമന്ത്രി സഭയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ പിൻവലിക്കുകയും ഈ സർക്കാരിനെ, മോദി സർക്കാരിനെ വീണ്ടും താഴെയിടുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നിതീഷ് കുമാർ കടന്നു പോവുക തന്നെ ചെയ്യും. 2026 വീണ്ടും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുകയും ചെയ്യും.